ഹലോ. നമ്മൾ മഴതോറും മുൻപേ സീരിയലിൻ്റെ പുതിയ വിശേഷത്തിലോട്ടൊക്കെ ഒന്ന് പോയാലോ? അപ്പോൾ നമ്മൾ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ വൈജയന്തി വളരെ വിജയശ്രീലാളിതയെ പോലെ ഒരു ഹോം നേഴ്സിനെയൊക്കെ കൊണ്ട് വലിയ വെല്ലുവിളിയോടുകൂടി വീട്ടിലോട്ട് വരികയാണ്. നമ്മുടെ കമലയും കൂടെ ചേർന്ന്, വൈജയും കമലയും കൂടെ ചേർന്നിട്ടാണ് ഹോം നേഴ്സിനെയൊക്കെ ഒരു ഏജൻസി വഴി റെഡിയാക്കി എടുത്തത്. അങ്ങനെ കൊണ്ടുവന്ന് അമ്മയെ കാണിച്ചു കൊടുക്കുകയാണ്. അമ്മ ഇന്ന് മുതൽ എവളാണ്, സുമിത്ര എന്നാണ് പേര്, സുമിത്രയാണ് ഇനി മുതൽ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ വൈജയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, ടി വിയും കണ്ടൊക്കെ ഇരിക്കാനാണോ ഇവളെ കൊണ്ട്, അങ്ങനത്തെ ടി വിയും മറ്റുമൊക്കെ കണ്ട് സീരിയലും കണ്ടിരിക്കുന്ന ആളാണോ എന്നൊക്കെ അമ്മ ചോദിക്കുന്നുണ്ട്. അതത്ര സുമിത്രയ്ക്ക് അത്ര പുതിയ ഹോം നേഴ്സിന് അത്ര ഇഷ്ടപ്പെട്ടില്ല അമ്മയുടെ സംസാരമൊന്നും. എൻ്റെ അലീനയുടെ അടുത്ത് പറയുന്നുണ്ട് വൈജ, അപ്പോൾ ഇന്ന് കൊണ്ട് നിൻ്റെ സേവനം ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നാൾ അമ്മയെ നോക്കാൻ ഇനി വേറെ ആളില്ല എന്ന് കരുതിയിട്ടാണല്ലോ നീ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇനി നിൻ്റെ സേവനം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ എല്ലാം ബാഗ് റെഡിയാക്കി, ഞാൻ ഇപ്പം തന്നെ പോകാൻ റെഡിയാണ്. എനിക്ക് സാറിനോടൊന്ന് പറയണം. നീ ആരോടും പറയാൻ നിൽക്കണ്ട, ഞാൻ പറഞ്ഞോളാം, നീ പോകാനുള്ള കാര്യങ്ങൾ നോക്ക്. അങ്ങനെ മുത്തശ്ശിക്ക് കൊടുത്ത ഭക്ഷണം കൊടുത്ത പാത്രവും മറ്റുമൊക്കെ എടുത്തിട്ട് കിച്ചണിലോട്ട് പോവുകയാണ് അലീന. ആ സമയത്ത് നമ്മുടെ അമ്മയും വൈജയും കൂടെ സംസാരിക്കുകയാണ്. വൈജയ്, ബാലേന്ദ്രനോട് നീ പറഞ്ഞോ ഇവിടെ എന്താ എനിക്ക് ഈ വീട്ടിലൊന്നും തീരുമാനിക്കാൻ പാടില്ല? അല്ല, ബാലേന്ദ്രനോടും കൂടെ ഒന്ന് അഭിപ്രായം ചോദിക്കണ്ടേ? അലീനയെ പറഞ്ഞ് വിടയും പുതിയ ആൾ വന്നു എന്നുള്ള കാര്യം ബാലേന്ദ്രൻ അറിയണ്ടേ? അതൊക്കെ ഞാൻ പറഞ്ഞോളാം, അമ്മ ഒന്ന് സമാധാനപ്പെട്ട് അവിടെ കിടക്കുമെന്ന് പറയുന്നുണ്ട്. ഉണ്ട്, സുമിത്രേനെ എല്ലാ സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. സംഭവം തുടക്കം തന്നെ വൈജയ്ക്ക് സ്പാർക്ക് ചെയ്തായിരുന്നു. കാര്യം സീരിയലും ടി വിയുടെ മെയിൻ ഉസ്താദാണ് വന്ന പുതിയ മുതലെന്നുള്ളത് വൈജയ്ക്ക് മനസ്സിലായി. പക്ഷെ അതൊന്നും വൈജ ചിന്തിക്കില്ല. അലീനെ ഈ പടി ഇറക്കണം എന്നൊരു ലക്ഷ്യം മാത്രമേ വൈജയ്ക്കുള്ളൂ. അങ്ങനെ വൈജ നേരെ ബാലേന്ദ്രൻ്റെ അടുത്തോട്ട് ചെല്ലാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്തോ ഒരു ബുക്സൊക്കെ വായിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കിടക്കുകയാണ് ബാലേന്ദ്രൻ. അപ്പോൾ ബാലേന്ദ്രനെ വിളിച്ചു വൈജ. അപ്പോൾ വിളിച്ചപ്പോൾ ചോദിച്ചു, എന്താ നീ ഇവിടെ? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്നോട് അനുവാദം ചോദിക്കാണ്ട് നീ ഈ റൂമിലോട്ട് കയറരുതെന്ന് ബാലേന്ദ്രൻ പറഞ്ഞു. ഓ, ഞാൻ വന്നാൽ പറ്റൂല, നിങ്ങൾക്ക് അവളെ മുഖം മാത്രം കണ്ടാലല്ലേ പറ്റുള്ളൂ എന്ന് നമ്മുടെ വൈജ പറയാണ്. അത് ചൊറിയും പാകത്തിനുള്ള സംസാരമല്ലേ സംസാരിക്കത്തുള്ളൂ. അപ്പോൾ അതേടി, അതെ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ കയറരുത്, പിന്നെ എന്ത് പറയാനാണ് ഇപ്പോൾ വന്നത്? അപ്പോൾ വൈജ പറയുന്നുണ്ട്, പുതിയ സർവൻറ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഹോം നേഴ്സിനെ, നിങ്ങളുടെ കാര്യം നോക്കാനും അമ്മയുടെ കാര്യം നോക്കാനും. അലീനയെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടേന്. ആഹാ, ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് നീ അത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുവന്നോ? വളരെ മിടുക്കിയാണല്ലോ നീ എന്നുള്ള രീതിയിൽ ബാലേന്ദ്രൻ പറഞ്ഞു. എന്തായാലും അലീനയെ ഞാൻ പറഞ്ഞു വിടുകയാണെന്ന് പറഞ്ഞു. ഓഹോ, അലീനയെ പറഞ്ഞു വിടുന്ന കാര്യം ആരാ തീരുമാനിച്ചത്? അത് ഞാൻ തീരുമാനിച്ചു. ഇവിടെ 2 സെർവൻറ്റിൻ്റെ ആവശ്യം എന്തായാലും ഈ വീട്ടിലില്ലല്ലോ. ഇപ്പം നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിയാൽ പോരെ? ഞാനുണ്ട്, മക്കളുണ്ട്, പുതിയ സെർവൻ്റുണ്ട്, അതുപോരെ നിങ്ങൾക്ക്? അപ്പോൾ ബാലേന്ദ്രൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നേരെ ആ കോളിംഗ് ബെല്ല് അടിക്കുകയാണ്. കോളിംഗ് ബെല്ല് അടിക്കണ എന്തിനാണ്? നമ്മുടെ അലീനേനെ മേളിലെത്തിക്കാൻ. അലീനയ്ക്ക് പേടിയായി. അലീന താഴെയാണ്, മേഡം അവിടെ നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ ബാലേന്ദ്രനെ കണ്ട് പറയാൻ നിൽക്കണ്ട, സാറിനെ കണ്ട് പറയാനൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ എന്താകും അവസ്ഥയെന്നുള്ളത് പിന്നെ അലീനയ്ക്ക് ആകെ പേടി തോന്നി. ബാലേന്ദ്രനാണെങ്കിൽ ആ കോളിംഗ് ബെല്ല് അങ്ങോട്ട് നെക്കി പിടിക്കുകയാണ്. എന്നിട്ട് അലീന അവസാനം നിവർത്തിയില്ലാണ്ട് അലീന കയറി വന്നു. എന്നിട്ട് അലീന കയറി വന്നപ്പോൾ പറഞ്ഞു, എനിക്കൊരു കുക്കുംബർ സലാഡ് റെഡിയാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. അതിന് അവൾ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ പോരെ? നീ ഉണ്ടാക്കി കൊണ്ടുവരും, എന്നിട്ട് നീ തിന്നാൽ മതി. നീ എങ്ങാനും ഉണ്ടാക്കി കൊണ്ടുവന്ന ആ പ്ലേറ്റ് സഹിതം നിൻ്റെ മോന്തയ്ക്ക് ഞാൻ എറിയുമെന്ന് പറഞ്ഞു. നിൻ്റെ കരണം ഞാൻ അടിച്ച് പൊളിക്കുമെന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ അമ്മാതിരി ദേഷ്യമാണ്. അപ്പോൾ അലീനയുടെ അടുത്ത് പറഞ്ഞു, നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു കേട്ടില്ലേ പോയി കുക്കുംബർ സലാഡ് കൊണ്ടുവരാൻ പറഞ്ഞു. സാർ അതിപ്പോൾ ഞാൻ എന്തേ, നിനക്ക് പറ്റില്ലേ? നിനക്ക് ഞാനാണ് ശമ്പളം തരുന്നത്, എൻ്റെ ആവശ്യങ്ങൾ നോക്കാനാണ് നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്, പോയി കൊണ്ടുവരാൻ പറയുന്നുണ്ട്. അവസാനം വഴക്ക് അങ്ങോട്ട് മൂർച്ഛിക്കുകയാണ്. അപ്പോൾ വൈജയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് പാടില്ല. കാര്യം എന്ന് വെച്ചാൽ അയാൾക്ക് എന്തിനും ഏതിനും അലീന തന്നെ വേണമെന്നുള്ള നിർബന്ധമായി. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറഞ്ഞ് വഴക്കാവാണ്. അവസാനം ബാലേന്ദ്രൻ വൈജയും താഴെ വരെയാണ്. അപ്പോൾ താഴെ വന്നപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു, ഈ നിൽക്കുന്ന ആരാ? അപ്പോൾ വൈജ പറഞ്ഞു, ഇതാണ് പുതിയ സർവൻറ്റ് സുമിത്ര. ഓഹോ, ആയിക്കോട്ടെ. അപ്പോൾ ബാലേന്ദ്രൻ എന്നിട്ട് വൈജയോട് ചോദിച്ചു, അപ്പോൾ നിനക്ക് ഇനി അലീനയുടെ സേവനം വേണ്ട? അപ്പോൾ വൈജ പറയുന്നുണ്ട്, എനിക്ക് അലീനയുടെ സേവനം ആവശ്യമില്ല. ഇവിടെ ഇപ്പോൾ പുതിയൊരാൾ വന്നിട്ടുണ്ട്, അവളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെയും അമ്മയുടെയും വീട്ടിലെ കാര്യങ്ങളൊക്കെ അവൾ നോക്കിക്കോളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്.
അപ്പോൾ അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ഞാൻ ശമ്പളം കൊടുത്ത് ഞാൻ പോയി കൊണ്ടുവന്ന ആളാണ് അലീന. എൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അലീനയുടെ അടുത്ത് വീണ്ടും പറഞ്ഞിട്ട് പോയി കുക്കുംബർ സലാഡ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞ് വീണ്ടും വിടുകയാണ് ദേഷ്യത്തിന്. ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം അങ്ങോട്ട് വന്നിട്ട് പോലെ. അപ്പോൾ കൃഷ്ണജക്കുട്ടി ചോദിക്കുകയാണ്, അച്ഛാ എന്തിനാണ് അച്ഛാ ഈ വീട്ടിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണത്? ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഞങ്ങൾക്ക് വല്ലാത്ത വിഷമമാണ്. അച്ഛനും അമ്മയും ഇങ്ങനെ കിടന്ന് വഴക്ക് കൂടല്ലേ, അച്ഛൻ മേലിൽ അമ്മ താഴെ, എന്തിനാണ് അച്ഛാ? അലീനേച്ചി അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ അലീനേച്ചി പൊക്കോട്ടെ, ഈ വീട്ടിൽ അതാണ് പ്രശ്നമെങ്കിൽ അലീനേച്ചി പൊക്കോട്ടെ. കൃഷ്ണയെ നീ മിണ്ടായിരുന്നോളാം, നീ നിൻ്റെ കാര്യം നോക്കുമെന്നും പറഞ്ഞ് ബാലേന്ദ്രൻ പോവാണ്. ഇത്രയും നാൾ നിൻ്റെ അമ്മയാണ് ഈ വീട് ഭരിച്ചത്, ഇനി മുതൽ അങ്ങനെയല്ല. ഇനി ഈ വീട്ടിലെ ഗൃഹനാഥൻ ഞാനാണ്. ഞാൻ തീരുമാനിക്കും ഇവിടെ എന്ത് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണ്ട എന്നുള്ളതൊക്കെ. അപ്പോൾ ബബിത പറഞ്ഞു, എന്നാലും അച്ഛാ ഇതിപ്പോൾ എത്ര നാളായി നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കിടന്ന് യുദ്ധം ചെയ്താൽ ഞങ്ങൾക്കൊരു സമാധാനം വേണ്ടേ? അതിൻ്റെ ഒപ്പം രോഹിത്തും പറയുന്നുണ്ട്, അവൾ പോണെങ്കിൽ പൊക്കോട്ടെ, അച്ഛൻ ഇതിന് ഇത്രയും വാശി പിടിക്കണേ. അതെ, നീ വലിയ സംസാരമൊന്നും സംസാരിക്കേണ്ട, ഇന്ന് നീ അവൾ ഔദാര്യം കൊണ്ടാണ് ഇവിടെ നിൽക്കണേന്നുള്ള കാര്യം നീ ഓർത്തോണം. ഇന്ന് ജയിലിൽ കിടക്കേണ്ടവനാ, അത് നീ ഓർത്തോണം. എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കേണ്ട. എൻ്റെ ബബിതയുടെ മുഖത്ത് നോക്കിയും പറഞ്ഞു, നീയൊന്നും വലിയ സംസാരങ്ങളൊന്നും സംസാരിക്കാറായിട്ടില്ല. കാരണം വെച്ചാൽ ബബിതയുടെ ചില കള്ളത്തരങ്ങളൊക്കെ ബാലേന്ദ്രൻ പൊക്കി വാണിയും കൊടുത്ത് നിർത്തിയിരിക്കുന്നതാണ്. അപ്പോൾ രോഹിത്തിനും ബബിതയ്ക്കും ഒത്തിരി വലിയ പെർഫോം ചെയ്യാനുള്ള റൈറ്റൊന്നുമില്ല. പിന്നെ ഉള്ളത് കൃഷ്ണജക്കുട്ടിക്കാണ്. അപ്പോൾ കൃഷ്ണജയും പറയുന്നുണ്ട്, അച്ഛാ ഈ വീട്ടിലെ മെയിൻ ഞങ്ങളെല്ലാം നോക്കിയിട്ട് പ്രശ്നം അലീനേച്ചി ഇവിടെ നിൽക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല എങ്കിൽ പിന്നെ ആ പ്രശ്നം ആ രീതിയിൽ അങ്ങ് സോൾവ് ചെയ്ത് വിട്ടാൽ പോരെ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിൻ്റെ അമ്മയെ അടക്കി നിർത്താൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ അവളെ പറയണ ഈ വീട്ടിൽ പറ്റൂലല്ലോ, അവൾക്ക് പറ്റില്ലെങ്കിൽ അവൾ ഇവിടെ നിന്ന് പൊക്കോട്ടെ. ഇതൊക്കെ കേട്ടിട്ട് വൈജി അങ്ങോട്ട് തുടിക്കുകയാണ്. എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം, ഇത്രയും റിസ്ക് എടുത്ത് ഒരു പിന്നെ ഏജൻസി വിളിച്ച്, കാരണം അലീനെ ഇറക്കണമെങ്കിൽ പകരത്തിന് ഒരാളെ വേണം. ഇനിയിപ്പോൾ ആളില്ലെങ്കിൽ ചിലപ്പോൾ ബാലേന്ദ്രൻ സമ്മതിക്കില്ലായിരിക്കും എന്ന ചിന്തയിലാണ് വൈജ കമലേനെ കൂടെ കൂട്ടുപിടിച്ചിട്ട് ഒരു ഹോം നേഴ്സിനെ അറേഞ്ച് ചെയ്തത്. ഇതിപ്പോൾ ഹോം നേഴ്സ് വന്നു കഴിഞ്ഞിട്ടും ബാലേന്ദ്ര അലീനയെ വിടൂല. ഇതെന്ത് പാടാണ്, ഇതെന്താണ്, നിങ്ങളിങ്ങനെ വിടാണ്ടിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നാണ് വൈജ ചോദിക്കുന്നത്. ഇവക്ക് എന്ത് പ്രത്യേകതയാണ് ഈ വീട്ടിലുള്ളത്? എനിക്കോ മക്കൾക്കോ ഈ വീട്ടിലിപ്പോൾ സ്ഥാനമില്ല, വന്നു കയറിയ വേലക്കാരിക്കാണ് സ്ഥാനം. ഇതെന്താണ് ഇതിൻ്റെ ഒരു മറിമായ എന്താണ് എന്നുള്ളതാണ് വൈജ ചോദിക്കുന്നത്. എടി, ഞാൻ പോയി കൊണ്ടുവന്ന, അതും നിൻ്റെ അച്ഛൻ പറഞ്ഞ് സെലക്ട് ചെയ്ത ആളെ ഞാനും മനുവും കൂടെ പോയി കൊണ്ടുവന്നു. ഇവിടെ നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കണു, ഞാൻ ശമ്പളം കൊടുക്കുന്നു, എൻ്റെ പൈസ ഞാൻ ശമ്പളമായിട്ട് കൊടുക്കണു. അത് നിൽക്കണോ പോണോ വേണ്ടോ എന്നുള്ളതൊക്കെ ഞാൻ തീരുമാനിക്കും, നീ ആരാ അതിലിടപെടാനെന്ന് ബാലേന്ദ്രൻ വീണ്ടും തർക്കിക്കുകയാണ്. അവസാനം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല മട്ടിൽ രണ്ടുപേരും ഒരേ സ്റ്റേണിൽ തന്നെ നിൽക്കുകയാണ്. കാര്യം വിട്ടുകൊടുക്കാൻ പറ്റില്ല. വൈജയ്ക്ക് വൈജയുടെ സ്റ്റേണ്, അതുപോലെ ബാലേന്ദ്രന് ബാലേന്ദ്രൻ്റെ സ്റ്റേണ്. ഇത്രയും നാളും ഒരു പ്രശ്നവും ബാലേന്ദ്രൻ വൈജ പറഞ്ഞിരുന്നാലും അതിലിടപെടാനോ അല്ലെങ്കിൽ അത് വേണ്ടാന്നോ അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ ബാലചന്ദ്രൻ നിൽക്കാറില്ല. പക്ഷേ ഇപ്പോൾ ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം ബാലചന്ദ്രൻ ഒരു കാര്യവും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ, ഇനി മുതൽ വൈജയുടെ ഭരണം ഈ വീട്ടിൽ വേണ്ട, ഞാൻ എന്തു പറയുന്നോ അത് അനുസരിച്ചാൽ മതി, മക്കൾ ഉൾപ്പെടെ. അതുകൊണ്ട് ബാലചന്ദ്രൻ എന്തായാലും അലീനയോട് പറയുന്നുണ്ട്, ഇന്നു മുതൽ നീ ഭക്ഷണം ഇവർക്കാർക്കും ഉണ്ടാക്കേണ്ടതില്ല. അലീനയോട് പറയാണ്, നീ എനിക്കും നിനക്കും മാത്രമുള്ള ഭക്ഷണം ഉണ്ടായിക്കോളാം, അവർക്ക് സർവൻ്റ് ഉണ്ടെങ്കിൽ അവരുണ്ടാക്കിക്കോട്ടെ. അപ്പോൾ വൈജ പറയുന്നുണ്ട്, എന്തിനാണ് ബാലേന്ദ്രൻ ഒരു വീട്ടിൽ 2 സെർവൻറ്റിൻ്റെ ആവശ്യം? നിനക്ക് അലീനയുടെ സേവനം വേണ്ടെന്ന് നീ പറഞ്ഞു, ഇനി നീ സംസാരിക്കേണ്ട. എൻ്റെ കാര്യങ്ങൾ നോക്കാനും എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാനും അലീന വേണം. അതുകൊണ്ട് അലീനയുടെ അടുത്ത് വീണ്ടും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇനി മുതൽ ഞാൻ പറയുന്നത് നീ കേട്ടുകൊള്ളുക, എനിക്കും നിനക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാം, വേറെ ഒരാളുടെ കാര്യവും നീ നോക്കേണ്ടതായിട്ടില്ല എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് അലീനയെ എന്ത് ചെയ്യാനാണ്? അതല്ല മനസ്സിലാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, അലീനയ്ക്ക് അങ്ങോട്ടും പറ്റില്ല ഇങ്ങോട്ടും പറ്റില്ല, പോകാനും പറ്റില്ല. അലീന എപ്പോഴാണെങ്കിലും ഇറങ്ങാൻ റെഡി ആയിട്ട് തന്നെയാണ് അലീന നിൽക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ, അലീനയാണ് ഈ വീട്ടിൽ നിൽക്കുന്നത് പ്രശ്നം എന്നുണ്ടെങ്കിൽ അലീന പൊക്കോളാം. കാരണം രേവതി കുട്ടി എന്നും വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കണം, അലീന ചേച്ചി എന്നാ വരുന്നതെന്ന്. അവിടെ പോയി കുറച്ച് ദിവസം നിന്നിട്ട് മാമച്ചനെങ്കിലോ മനുവായിട്ടോ ഒരു നല്ല സേഫായിട്ടുള്ള സ്ഥലത്ത് ജോലി റെഡിയാക്കി തരികയാണെങ്കിൽ അലീന അങ്ങോട്ടേക്ക് മാറാം എന്നുള്ള രീതി തന്നെയാണ് അലീന
നിൽക്കുന്നത്. പക്ഷേ ബാലചന്ദ്രൻ എന്ത് ചെയ്താൽ വിടില്ല. അത് കട്ടയ്ക്ക് തന്നെ ബാലചന്ദ്രൻ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഏകദേശം ഒരു ഇനി വരുന്ന ഒരു സീൻ എന്നൊക്കെ പറയണത് ഏകദേശം ഇത് തന്നെയാണ്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ചകളിൽ വരുന്ന ഇതിൽ നമ്മുടെ വൈജ ബാലേന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് വീട് വിട്ടിറങ്ങണു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. എന്തായാലും ഭയങ്കര ടാസ്ക് എപ്പിസോഡുകളാണ് ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ മഴതോരും മുൻപേ സീരിയലിൽ വരുന്നത്. എന്തായി തീരും എന്നുള്ളത്, പുതിയ സുമിത്ര എന്ന് പറയുന്ന ഹോം നേഴ്സിനെ പറഞ്ഞു വിടുവോ അതോ അലീന തന്നെയാണോ അവിടെ നിൽക്കുന്നത്, ഇനി എന്തൊക്കെയായി തീരും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. വരും ദിവസങ്ങളിലെ ഓരോ എപ്പിസോഡിൻ്റെയും പ്രൊമോ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എത്തിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു സൺഡേ വിഷ് ചെയ്യുന്നു. ശുഭദിനം. ബൈ ബൈ, ടാറ്റാ, ടേക്ക് കെയർ, താങ്ക് യു.